ഹലോ, അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസം കണ്ടാലോ. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛൻ പുറത്ത് പോയി വന്ന സമയത്ത് ബീഫും കൂർക്കലും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും നല്ല കോമ്പിനേഷൻ എന്ന് ആരോ പറഞ്ഞപ്പം അത് അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നാണേ. അങ്ങനെ ഞാനും ഏട്ടനും കൂടിയാണ് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഞാൻ കൂർക്കൽ നന്നാക്കാൻ പോയതാണ്. പക്ഷേ അത് വളരെ ചെറിയ ചെറിയ കൂർക്കലായതുകൊണ്ട് നന്നാക്കാൻ ബുദ്ധിമുട്ടേനി. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം മോനെ നോക്കാം, ഏട്ടൻ കൂർക്കലൊന്ന് റെഡി ആയി തന്നാൽ മതി, ബാക്കി പരിപാടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഏട്ടൻ യൂട്യൂബൊക്കെ നോക്കി ഒരു ട്രിക്ക് കണ്ടുപിടിച്ച്. ട്രിക്ക് വേറൊന്നുമല്ല, നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തോല് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഏട്ടൻ ആ കൂർക്കലൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം പോയി മോനെ കുളിപ്പിക്കലും അവന് ഭക്ഷണം കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് അവനെ ടി വിയും തുറന്നു കൊടുത്ത് ഈ ഊഞ്ഞാലയിൽ ഇരുത്തിയാൽ കുറേ നേരം അവൻ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ കറിയൊക്കെ റെഡിയാക്കാൻ പോയതാട്ടോ. അത് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ബീഫ് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ ഉള്ളി വഴറ്റി കാര്യത്തിലേക്ക് നമ്മൾ കൂർക്കലും ബീഫും ഒക്കെ ഇട്ട് നന്നായിട്ട് നടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ലാസ്റ്റ് ഏട്ടനൊന്ന് അതിലത്ത് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഏട്ടൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു സമാധാനമാണ്. ഏട്ടൻ കറക്റ്റ് അതിനകത്ത് എന്താ കുറവുള്ളതെന്ന് പറയും. എൻ്റെ കയ്യിൽ കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ബാലൻസ് ചെയ്തതെന്ന്. പിന്നെ അതാ ഞാൻ ചോറും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂർക്കൽ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള കറി. എനിക്ക് തോന്നുന്നു ബീഫിനെക്കാട്ടും കൂടുതൽ കൂർക്കലിൻ്റെ ചൊയ്യ കൂടുതലുണ്ടായിരുന്നത്. പിന്നെയുള്ള എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആ അടുക്കള ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പണി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി യുദ്ധക്കളം പോലെ ആയിനി. അത് ഞാൻ പെട്ടെന്ന് തന്നെ തീർത്ത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഈ ചട്ടിപ്പത്തിരി ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാലും എനിക്ക് നല്ല കറക്റ്റായി കിട്ടി. ഞാനത് ദോശ പോലെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്.